ജാനകിയും അനാമികയും ജലജയും കൂടെ സംസാരിക്കുന്നുണ്ട്. എന്നാലും എൻ്റെ ഏട്ടത്തി അവൾക്ക് കൊടുത്തല്ലോ ആ 100 പവൻ. അതോർക്കുമ്പോ എനിക്ക് ഇപ്പോഴും സങ്കടം മാറുന്നില്ല. അതിൽ ചില മാലകളൊക്കെ ഞാൻ നോക്കി വെച്ചതായിരുന്നു. എല്ലാം എടുത്ത് അവൾക്കങ്ങ് കൊടുത്തല്ലോ. അതോർക്കുമ്പോ എനിക്ക് രാത്രി ഉറക്കം പോലും വരുന്നില്ല. എന്ത് ചെയ്യാനാ ജലജെ? അത് അമ്മ കൊടുത്തു പോയില്ലേ. അമ്മയ്ക്കിപ്പോഴും അവളോട് തന്നെയാ ഇഷ്ടം. അതല്ലേ അവൾക്ക് മുഴുവനായിട്ടും എടുത്തു കൊടുത്തത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നാ അനാമിക പറയുന്നുണ്ട്. എന്നാലും ചെയ്തതൊട്ടും ശരിയായില്ല. ഇവിടെ അനിയുടെ ഭാര്യ എന്നുള്ള ഒരു സ്ഥാനം എനിക്ക് കിട്ടുന്നില്ല. വല്യമ്മ എനിക്ക് കുറച്ച് സ്വർണം തന്നു. അന്ന് മുത്തശ്ശി അവൾക്ക് ഒരുപാട് സ്വർണം കൊടുത്തു. അന്ന് ഞാൻ കരുതിയത് എനിക്ക് തന്നപ്പോ ഇനി അവൾക്ക് വിഷമാവണ്ട എന്ന് കരുതിയിട്ട് മുത്തശ്ശി കൊടുത്താണെന്നാ ഇപ്പോഴെനിക്ക് മനസ്സിലായത്. മുത്തശ്ശിക്കും മുത്തശ്ശിനുള്ളത് എല്ലാം അവൾക്കുള്ളതാ. അവൾക്ക് എല്ലാം എഴുതി വെക്കുന്ന എനിക്ക് തോന്നുന്നേ. ഇനി എന്തൊക്കെയാ അവൾക്ക് കൊടുക്കാൻ പോകുന്നേ എന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. എന്തായാലും നമുക്ക് നോക്കി ഇങ്ങനെ ഇരിക്കാം, അല്ലാതെ നമുക്കൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. മോളെ, നീ സങ്കടപ്പെടല്ലേ. മോൾക്ക് എന്താ വേണ്ടേ? സ്വർണം വേണോ? ഞാൻ വാങ്ങിത്തരാം. എനിക്കൊന്നും വേണ്ട അമ്മേ. എന്നാലും അങ്ങനെയല്ലല്ലോ. ഈ വീട്ടിൽ എനിക്കൊരു സ്ഥാനം, അത് മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. സ്വർണത്തിനോടൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. എന്തായാലും ഇന്ന് ഏട്ടത്തി ഇങ്ങ് വരുമല്ലോ. അപ്പൊ പിന്നെ എല്ലാ കാര്യത്തിലും ഏട്ടത്തി തീരുമാനാക്കിക്കോളും. ഏട്ടത്തിയുടെ ഈ അവസ്ഥയിൽ ഏട്ടത്തി എന്തു പറഞ്ഞാലും അനുസരിക്കുമെന്നാ എനിക്ക് തോന്നുന്നേ. ഇനി അവൾ ഇങ്ങോട്ട് വരാതിരുന്നാ മതി. എന്താ ഇതൊക്കെ കേട്ട് നവ്യ വരുന്നുണ്ട്. അല്ല, നിങ്ങളെന്താ എല്ലാവരും ചേർന്ന് എന്തൊക്കെയോ ഗൂഢമായിട്ടുള്ള ആലോചനയാണല്ലോ. എന്താടി, ഞങ്ങൾക്കൊന്നും സംസാരിക്കാനും പാടില്ലേ? നിങ്ങൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നയനെക്കുറിച്ചായിരിക്കും. അതെ, അതിനിപ്പോ നിനക്കെന്താ? അവളെ എൻ്റെ അനിയത്തിയാ. എൻ്റെ അനിയത്തിയെക്കുറിച്ച് ഇവിടെ ആരും മോശമായിട്ട് സംസാരിക്കണ്ട. സംസാരിച്ചാല് ഈ നവ്യ ആരാണെന്ന് നിങ്ങൾ എല്ലാവരും അറിയും. എന്താടി, നീ വരട്ടുവാണോ? നിന്റെ അനിയത്തി ആരാ? വലിയ തമ്പുരാട്ടിയോ? അവളെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പാടില്ല. അവൾക്കുള്ളതൊക്കെ ഇവിടുന്ന് കൊണ്ടു കൊടുക്കും വേണം. അതിനൊന്നും നിനക്കൊന്നും പറയാനില്ലേ? നിനക്ക് നാണമുണ്ടോ? ഈ വീട്ടിൽ നിന്ന് അവൾക്കല്ലേ എല്ലാം കൊടുക്കുന്നേ. നിനക്ക് ഇന്നേ വരെ ഒരു പൊന്ന് തന്നിട്ടുണ്ടോ മുത്തശ്ശനോ മുത്തശ്ശിയോ? എനിക്കതിലേ ഒരു സങ്കടവുമില്ല. പിന്നെ എൻ്റെ അമ്മായിമ്മയുടെ കയ്യില് കൊട്ടക്കണക്കിന് സ്വർണ്ണാണല്ലോ. നിങ്ങൾക്കൊന്നും ഒന്നും തരാത്തതേ നിങ്ങളുടെ മകനെ പേടിച്ചിട്ടാ. ഇവിടെ എന്ത് വച്ചാലും അവനെടുത്ത് കൊണ്ടുപോവില്ലേ? ഇവിടുത്തെ ഏറ്റവും വലിയ കള്ളനാരെന്ന് ചോദിച്ചാ അവനാ. അവനെ വിശ്വസിച്ചെങ്ങനെയാ എനിക്ക് സ്വർണം തരിക? എനിക്കെന്തെങ്കിലും തന്നാ അവൻ എടുത്തോണ്ട് പോവില്ലേ? അവനെ അടിച്ചു മാറ്റുന്നതില് ബിരുദനാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ലേ? എന്നാലും നീ നിന്റെ അനിയത്തിക്ക് കൊടുക്കുന്നത് കണ്ട് ആകാശത്ത് നോക്കിയിരുന്നു. അവൾക്ക് കൊടുത്തോണ്ടേ എനിക്കൊരു സങ്കടവുമില്ല. അവൾക്ക് കിട്ടേണ്ടത് തന്നെയാ അവൾക്ക് കിട്ടിയത്. അതിലേ എനിക്കൊരു അസൂയയില്ല. എൻ്റെ അനിയത്തിക്കാ കിട്ടിയത്. അവൾക്ക് മുത്തശ്ശനും മുത്തശ്ശിയും അത്രയും സ്വർണം കൊടുത്താലേ നിങ്ങൾക്ക് സങ്കടം കാണും. പക്ഷേ എനിക്കതിൽ സങ്കടമില്ല. അവൾക്കേ കൊടുക്കേണ്ടത് തന്നെയാ അവര് കൊടുത്തത്. ഇപ്പൊ കൊടുത്തതേ വെറും സാമ്പിളാ. ഇനി ഒരുപാട് അവൾക്ക് മുത്തശ്ശനും മുത്തശ്ശിയും കൊടുക്കും. അതൊക്കെ കണ്ട് നോക്കിയിരുന്നാ മതി എന്നും പറഞ്ഞ് നവ്യ അവിടെ നിന്ന് പോവാണ്. കണ്ടോ അമ്മേ അവളുടെ അഹങ്കാരം കണ്ടോ? അവളെ ഇത്രയും സ്വർണ്ണം അവൾ അനിയത്തിക്ക് കിട്ടിയതിന്റെ അഹങ്കാരം ഈ കാണിക്കുന്നേ. മോള് വിഷമിക്കാതിരിക്കുക. ഏട്ടത്തിങ്ങ് വരട്ടെ. എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ജാനകി അനാമികയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആംബുലൻസ് വരുന്നതായിരിക്കും. അതിൽ നിന്ന് ദേവിയാനിയെ ഇറക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് ജലജയും ജാനകിയും അനാമികയും ഒക്കെ പോകുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം പുറത്തോട്ട് വരികയാണ്. അങ്ങനെ ദേവയാനിയെ സ്ട്രക്ചറിലെടുത്ത് ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ റൂമിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. അപ്പൊ തന്നെ അനാമിക എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. വല്യമ്മേ, എനിക്ക് ഇപ്പോഴാ സന്തോഷായത്. വല്യമ്മയുടെ അസുഖം ഭേദമായി എത്രയും വേഗം ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ ദൈവത്തിനോട് എന്നും പ്രാർത്ഥിക്കുകയായിരുന്നു. എന്തായാലും വല്യമ്മ തിരികെ എത്തിയല്ലോ. ഇനി വല്യമ്മയുടെ കാര്യം എല്ലാം ഞാൻ നോക്കിക്കോളാം. അതെ മോളെ, എനിക്കിവിടെ വന്നപ്പോൾ വല്ലാത്ത സമാധാനം. ആ ഹോസ്പിറ്റലിൽ കിടന്ന് ആകെ വീർപ്പ് മുട്ടുമായിരുന്നു. ആ നയന എന്ന് പറഞ്ഞവള് ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ഇല്ല വല്യമ്മേ, അവളിങ്ങോട്ട് വന്നിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ടല്ലേ എല്ലാവരും പോകുന്നേ. എന്തായാലും എൻ്റെ വാക്കിന് വിലയുണ്ടല്ലോ. ഞാൻ ആദർശിൻ്റെ അടുത്തും ജയേട്ടൻ്റെ അടുത്തും പറഞ്ഞിരുന്നു, മലയ്ക്ക് പോയി വരുന്നവരെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരരുതെന്ന്. അതുപോലെ തന്നെ കേട്ടല്ലോ. ഇനി എന്നേക്കുമായിട്ട് അവൾ അവളെ വീട്ടിൽ തന്നെ നിൽക്കണം. അതാ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ദേവയാനി പറയുന്നുണ്ട്. ആ വല്യമ്മേ, അത് തന്നെയാ എൻ്റെയും ആഗ്രഹം. അവൾ ഇനി വീട്ടിലോട്ട് വരരുത്. അവള് മാത്രമല്ല, ഇവിടെ വേറൊരുത്തി കൂടെ ഉണ്ടല്ലോ, നവ്യ എന്ന് പറയുന്നവള്. അവളും ഈ വീട് വിട്ട് ഇറങ്ങണം. ഇപ്പോ അനിയത്തിക്ക് ഒരു 100 പവന്റെ സ്വർണം കൊടുത്തെന്ന് കരുതിയിട്ട് ഇവിടെ കിടന്ന് എന്തൊക്കെയാ കാണിക്കുന്നതെന്നറിയോ? എനിക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വരിക വല്യമ്മേ. എന്നെ കളിയാക്കിയിട്ടൊക്കെയാ സംസാരിക്കുന്നത്. മോളത് വിട്ടില്ലേ? ആ സ്വർണത്തിന്റെ കാര്യം മോള് വിട്. അത് അമ്മയുടെ ഇഷ്ടത്തിന് അമ്മ കൊടുത്തതാ. ഇനിയിപ്പോ അത് ചോദ്യം ചെയ്യാനൊന്നും ഞാനില്ല. മോൾക്ക് എത്ര സ്വർണം വേണം ഈ വല്യമ്മ തരാം. എങ്ങനെ പോയാലും ഒരു 10-250 പവൻ വല്യമ്മയുടെ കയ്യിലുണ്ട്.
അതെല്ലാം എൻ്റെ മോൾക്കുള്ളതാ. അത് മോൾക്ക് ഞാൻ തരും, എല്ലാവരെയും മുൻപിൽ വെച്ച്. വേണ്ട വല്യമ്മേ, അതൊന്നും എനിക്ക് വേണ്ട. ഇനി എനിക്ക് അതെല്ലാം തന്ന് ഇനി അതിലും കൂടുതൽ മുത്തശ്ശനും മുത്തശ്ശിയും അവൾക്ക് കൊണ്ടുകൊടുക്കും. എന്തിനാ വെറുതെ? എനിക്കൊന്നും വേണ്ട. എനിക്ക് പണ്ടേ സ്വർണത്തിനോട് ഒരു ഭ്രാന്തുമില്ല. ഇന്നും അങ്ങനെ തന്നെയാ. വല്യമ്മ തന്ന സ്വർണം ഞാൻ ഇടാറില്ലല്ലോ. അത് ഞാൻ ചോദിക്കണമെന്ന് കരുതും. എന്താ മോളെ, വല്യമ്മ തന്നത് അത് മോൾക്ക് ഇടാനായിട്ടാ. അതൊന്നും എന്താ മോൾ ഇടാത്തെ? ഞാൻ പറഞ്ഞല്ലോ വല്യമ്മേ, എനിക്ക് സ്വർണത്തിനോട് തീരെ താല്പര്യമില്ല. എന്നാലും വല്യമ്മയ്ക്ക് വലിയ ആഗ്രഹ മോള മാലയൊക്കെ ഇങ്ങനെ ഇട്ട് നിൽക്കുന്ന കാണാൻ. ഇടയ്ക്കൊക്കെ ഓരോ മാലയായിട്ട് മാറ്റി മാറ്റി ഇടണം. വല്യമ്മയൊന്ന് കാണട്ടെ. ഷോ, ഈ തള്ളയോട് ആ സ്വർണത്തിന്റെ കാര്യം പറയണ്ടായിരുന്നു. അതെന്റെ അച്ഛന്റെ കയ്യിലാണല്ലോ. ഇനിയിപ്പോ അതിടാനും പറയോ? കുടുങ്ങിയല്ലോ എന്നൊക്കെ അനാമിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എന്താ മോളെ, എന്താ ആലോചിക്കുന്നേ? ആ വല്യമ്മേ, ഞാനിടണ്ട്. എനിക്ക് അതിനോടൊന്നും പ്രിയമില്ലല്ലോ. അതുകൊണ്ടാ പിന്നെ ഞാൻ ഇടാതെ ഇരിക്കുന്നേ. എന്തായാലും വല്യമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടാം എന്ന് അനാമിക പറയാണ്. വല്യമ്മയ്ക്ക് ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാം. വന്നല്ലേ ഉള്ളൂ, നല്ല ക്ഷീണം കാണും. വല്യമ്മയ്ക്ക് ജ്യൂസ് എടുത്തു വരാമെന്നും പറഞ്ഞ് അടുക്കളയിലോട്ട് പോകുന്നുണ്ട്. ജാനകിയും ജലജയും ഏട്ടത്തിയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. ഏട്ടത്തി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്നറിയോ? എല്ലാം ഞാൻ അറിയുന്നുണ്ട് ജലജെ. എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കണം. ആ നയന എന്ന് പറയുന്നവളുടെ ഭാഗ്യം അതൊന്ന് വേറെ തന്നെയാ. എത്ര സ്വർണ്ണ അവൾക്ക് കിട്ടിയത്. എന്തായാലും അവളെ ഓർക്കുമ്പോൾ എനിക്ക് അസൂയ തോന്നുക. അസൂയപ്പെടാൻ മാത്രം എന്താ അവൾക്കുള്ളത്? കുറച്ച് സ്വർണം മുത്തശ്ശനും മുത്തശ്ശിയും കൊണ്ട് കൊടുത്തു. അതല്ലാതെ എന്താ അവൾക്കുള്ളത്? എൻ്റെ അനാമിക മോളെ കണ്ട് പഠിക്കണം. അവളെപ്പോലൊരു പെൺകുട്ടിയെ നമ്മുടെ മരുമകളായി കിട്ടിയതേ ഭാഗ്യ. എനിക്കെന്തുകൊണ്ടോ ആ ഭാഗ്യം തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആ ഒരു ദിവസം വരും. എന്തായാലും അവരുടെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കണം. അനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ആ നന്ദു അനിയുടെ ജീവിതത്തിലോട്ട് വരാനേ ഒരുപാട് കളി കളിച്ചതാ. ഇനിയും അതിനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അനിയും നന്ദുവും ഇനി ഒരിക്കലും കാണരുത്. അത് നമ്മുടെ അനാമിക മോൾക്കും ഒരുപാട് സങ്കട. അന്ന് അനാമിക മോള് ഒരുപാട് സങ്കടത്തോടു കൂടിയാ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അനിയും നന്ദുവും തമ്മിൽ ഇപ്പോഴും ഇഷ്ടത്തിലാണെന്ന്. ഇനി മോൾക്ക് അങ്ങനെ ഒരു സങ്കടം നമ്മൾ കൊടുക്കരുത്. കേട്ടോ ജാനകി? എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏട്ടത്തി. എന്നാ അവളുമാരെല്ലാവരും അനിയെ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ മലയ്ക്ക് പോയി തിരികെ വന്നതിന് ശേഷം അവരെ ഒരു ട്രിപ്പ് പറഞ്ഞു വിടണം. അവർ രണ്ടുപേരും തനിച്ച് എങ്ങോട്ടെങ്കിലും പോവട്ടെ. അവരിന്നേ വരെ ജീവിതം ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ട്രിപ്പൊക്കെ പോയി തിരിച്ചു വരുമ്പോഴേക്കും അവർ തമ്മിൽ കൂടുതൽ അടുക്കും എന്ന് തന്നെയാ എനിക്ക് തോന്നുന്നേ. അനാമിക ജ്യൂസുമായിട്ട് വരുന്നുണ്ട്. എന്താ എല്ലാവരും പറയുന്നേ? ട്രിപ്പ് പോകുന്ന കാര്യമാണോ? എല്ലാവരും കൂടിയാണോ? മോളെ, എല്ലാവരും കൂടിയല്ല, മോളും അനിയും മാത്രം. നിങ്ങൾ രണ്ടുപേരും ഒരു ട്രിപ്പൊക്കെ പോകണം. എന്നും ഇതുപോലെ ഈ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയോ? നിങ്ങൾക്കും വേണ്ടേ എന്തെങ്കിലുമൊക്കെ സന്തോഷം? അപ്പോൾ നിങ്ങൾ രണ്ടുപേരും മാത്രം ഒരു ട്രിപ്പ് പോകണം. മോൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാന്ന് വെച്ച് പറഞ്ഞാൽ മതി. എന്താ വല്യമ്മേ, അതിന് അനി കൂടെ സമ്മതിക്കണ്ടേ? അനിയുടെ മനസ്സിൽ എപ്പോഴും നന്ദുവാ. പിന്നെ എങ്ങനെയാ? അതൊന്നും മോള് കാര്യാക്കണ്ട. മോൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം മോള് കണ്ടുവച്ചോ. മലയ്ക്ക് പോയി തിരികെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ട്രിപ്പ് പോകണം.